ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ. ചപ്പാത്തി നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുള്ള ഒരു ടിപ്പാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയായിരിക്കാം, എന്നാലും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുള്ളാവും ഇത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആശീർവാദിൻ്റെ ആട്ടയാണ് കേട്ടോ ഞാൻ എടുക്കാറുള്ളത്. ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി 1 കപ്പ് തിളച്ച വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം തിളച്ചു കൊണ്ടിരിക്കുന്ന വെള്ളമാണ് ചേർത്ത് കൊടുത്തത്, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക 1 സ്പൂൺ വെച്ചിട്ട്, നമ്മൾ പുട്ടിനൊക്കെ നനയിക്കുന്ന പോലെ. പിന്നെ 2 കപ്പ് ആട്ടപ്പൊടിക്ക് 1 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്. വെള്ളം കൂടിപ്പോയാൽ 1-2 ടേബിൾ സ്പൂണ് പിന്നീട് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ വെള്ളം കുറഞ്ഞാൽ പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷമാണ് നമ്മളിത് നല്ലോണം കുഴച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1-2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി, ചെറിയ ചൂടുള്ള വെള്ളം. അതുപോലെ വെള്ളം കൂടിപ്പോയാൽ 1-2 ടേബിൾ സ്പൂണ് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അത്രേ ചേർത്ത് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. ഓൾമോസ്റ്റ് ആശീർവാദ ആട്ടയാണെങ്കിൽ ഓൾമോസ്റ്റ് കറക്റ്റ് ആകാറുണ്ട് വെള്ളത്തിൻ്റെ ആ ഒരു മെഷർമെൻറ്റ്. അപ്പം ഞാനിത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ ചപ്പാത്തി പരത്താനുള്ള ബോൾസാക്കി എടുക്കുക. നമുക്ക് എത്ര സൈസിലുള്ള ചപ്പാത്തിയാണോ വേണ്ടത് ആ ഒരു സൈസിൽ ബോൾസാക്കി എടുത്താൽ മതി. ഈ ഒരു മീഡിയം സൈസിലുള്ള ചപ്പാത്തി ആണെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് 14 ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിത് സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ പരത്തിയെടുക്കാം. പിന്നെ ചപ്പാത്തി പരത്തുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ പരത്തിയെടുക്കാൻ നോക്കുക. ഒരു ഭാഗത്ത് കട്ടിയിലും പിന്നെ മറ്റേ ഭാഗത്ത് കനം കുറച്ചും അങ്ങനെ പരത്തണ്ട. എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ തന്നെ പരത്തിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ പരത്തിയെടുത്തിട്ട് ചുട്ടെടുത്താൽ മതി. ഇനി നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ ഒരു പാൻ നന്നായി ചൂടാകുമ്പോൾ അതിലോട്ട് നമ്മൾ പരത്തിയായി ഷീറ്റിട്ട് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 10 സെക്കൻഡ് പോലും വേണ്ടി വരില്ല, അതിനു മുമ്പ് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പുള്ളി വരുമ്പോൾ ഒന്നും കൂടെ തിരിച്ചിട്ടിട്ട് നമുക്ക് പൊങ്ങി വരുമ്പോൾ ഇതിൽ നിന്നും മാറ്റിയാൽ മതി. ഇതുപോലെ നന്നായിട്ട് പുള്ളി വരും. അപ്പോഴാണ് നമുക്ക് നല്ല ചപ്പാത്തി നല്ല പെർഫെക്റ്റായി കിട്ടുന്നത്. ഇങ്ങനെ പുള്ളി വന്നില്ലെങ്കിലും സോഫ്റ്റായിട്ടുണ്ടാവും കേട്ടോ, നമ്മൾ തിളച്ച വെള്ളം ചേർത്ത് കുഴച്ചത് കൊണ്ട്. പക്ഷേ ഇങ്ങനെ പുള്ളി വരുമ്പോഴാണ് നമുക്ക് ചപ്പാത്തി നല്ല പെർഫെക്റ്റായി കിട്ടുന്നത്. ഞാൻ മുമ്പ് ഫ്രോസൺ ചപ്പാത്തിയുടെ റെസിപ്പി അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു, നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു രീതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. കുറേ മുമ്പ് ചെയ്തതാണ്. അത് ഒരുപാട് പേര് കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നല്ല യൂസ്ഫുള്ളായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായി പുള്ളി വരുന്നുണ്ട്. നമ്മളത് പരത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ പുള്ളി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. ഇത് ചൂടാറിയാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷമാണ് ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.